തിയേറ്ററിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് നിറഞ്ഞാടുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും റെക്കോർഡ് കളക്ഷനാണ് നേടുന്നത്. 2006 എറണാകുളത്തെ മഞ്ഞുമ്മൽ നിന്ന് കൊടൈക്കനാലിലേക്ക് യാത്ര പോയ ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണ് ചിത്രം പറയുന്നത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ഗണപതി, ബാലു വർഗീസ്, ജീൻ പോൾ ലാൽ, ചന്തു സലീംകുമാർ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിൽ ചന്തുവിൻ്റെ കഥാപാത്രത്തിന് ഗംഭീര കയ്യടിയാണ് ലഭിച്ചത്. ചിത്രത്തിൻ്റെ വിജയത്തിന് പിന്നാലെ ജാങ്കോ സ്പോർട്സ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ കോളേജ് പഠനകാലത്തെ സലീംകുമാറിൻ്റെ മകനാണെന്ന് ആരോടും പറഞ്ഞില്ലെന്നും എല്ലാവരും അച്ഛനെപ്പറ്റി നല്ലത് പറയുന്ന സമയത്ത് താൻ മാത്രം അച്ഛനെ കുറ്റം പറയാറുണ്ടായിരുന്നെന്നും ചന്തു വെളിപ്പെടുത്തി. അച്ഛൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെപ്പറ്റി ഫ്രണ്ട്സ് പറയുമ്പോൾ എന്തായിരുന്നു തോന്നിയത് എന്ന ചോദ്യത്തിന് ചന്തുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാമായിരുന്നു ഞാൻ സലീംകുമാറിൻ്റെ മകനാണെന്ന്. അന്ന് സെലിബ്രിറ്റിയുടെ മകൻ എന്ന വെയിറ്റ് ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നീട് കോളേജിലെത്തിയപ്പോൾ പരിചയക്കാരൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഈ സെലിബ്രിറ്റിയുടെ മകൻ എന്ന സംഗതി മാറ്റിവെച്ച് കോളേജിൽ ജീവിക്കുക, അതിൻ്റെ സുഖം കൂടെ അറിയണ്ടേ എന്ന് പറഞ്ഞു. ആലോചിച്ചപ്പോൾ എനിക്കും അത് നല്ല പരിപാടിയായി തോന്നി. കോളേജിലെത്തിയപ്പോൾ ഞാൻ സലീംകുമാറിൻ്റെ മകനാണെന്ന് ആരോടും പറഞ്ഞില്ലായിരുന്നു. എൻ്റെ പേര് ചന്തു എസ് കുമാർ എന്നായിരുന്നു. മുഖസാമ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ ചിലർക്ക് സംശയമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അച്ഛനെപ്പറ്റി കുറ്റം പറയുമായിരുന്നു, പുള്ളിയുടെ അഭിനയം പോരാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിലർക്ക് തോന്നി ഇത് സലീംകുമാറിൻ്റെ മകനല്ല എന്ന്. ഒരു മകൻ ഇങ്ങനെ അച്ഛൻ്റെ കുറ്റമൊക്കെ പറയുമോ എന്ന് അവർ ആലോചിച്ചു. 1-2 മാസം കഴിഞ്ഞിട്ടാണ് എല്ലാവരും സത്യം അറിഞ്ഞത്. അച്ഛൻ കോളേജിൽ വന്നിരുന്നു എന്നെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുവിടാൻ. അപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ഇത് സലീംകുമാറിൻ്റെ മകനാണെന്ന് ചന്തു പറഞ്ഞു.